ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈദ് വ്ളോഗിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 6ാമത്തെ ദിവസമാണ്. ആറാം തീയതിയാണ് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ മണ്ട കഴുതെന്ത് എത്രയും ദിവസമായിട്ട് എന്താ ഇടാഞ്ഞത് എന്നുള്ളത് കേട്ടോ. പിങ്ക് സുന്ദരി, പിങ്ക് സുന്ദരി മുറി എന്താ പറ്റീനല്ലോ ആടാ. നമ്മൾ പറഞ്ഞു വന്നത് ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസത്താണ് കേട്ടോ. ഞാൻ കുറേ ആലോചിച്ചു ഈ വീഡിയോ ഇടണോ വേണ്ടെന്നുള്ളത്. കാരണം കാര്യമായിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ തലേന്നും പെരുന്നാൾ ദിവസത്തെയും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെയും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ചൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഒരു ഓർമ്മയ്ക്ക്, നമ്മുടെ ഈദ് ഓർമ്മയ്ക്ക്, നമ്മുടെ പുതിയ വീട്ടിൽ ഫസ്റ്റ് ഈദാണല്ലോ, അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇത് എടുത്ത് വെക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ തലേ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ളൊരു മുക്കത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നേക്കാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറ്റി പിന്നെ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു. അതൊക്കെ ഒരു വലിയ കഥയാണ് കേട്ടോ. ആ ബിരിയാണിയൊക്കെ കുറേ ലേറ്റായിട്ടൊക്കെയാണ് കിട്ടിയത്. അത് വേറെ വലിയൊരു സ്റ്റോറിയാണ്. നമ്മളെ പേഴ്സണലി അറിയാവുന്നവർക്ക് ഈ ഒരു സംഭവം എന്താണെന്നുള്ള മനസ്സിലാക്കണം. ഞാൻ ഇത് തലേ ദിവസം ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതായത് പിറ്റേ ദിവസം പെരുന്നാളിന് കുളിച്ചിട്ടിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരിക്കുകയാണ്. റഫീഖ ആളുടെ ഒരു ഫ്രണ്ടായിട്ട് പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇത് പിറ്റേ ദിവസം, നെക്സ്റ്റ് മോർണിംഗ് ഈദ് ദിവസം, നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസം രാവിലെയാണ്. ഞാൻ കുറേ ആയിട്ട് മൈലാഞ്ചിയൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തോ ഈ പെരുന്നാൾക്ക് ഇടണം തോന്നി, ചെറിയ രീതിയിലൊന്ന് ഇട്ടു. അപ്പോൾ അത് കളയാൻ നോക്കുകയാണ് ഞാൻ. ഡ്രൈ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പൊളിച്ച് കളയാണ്. എണീറ്റ പാടെ ചെയ്യുന്ന കാര്യം ഇതായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് എടുത്തേക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. പെരുന്നാളിൻ്റെ അന്നും തലേന്നൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ നോമ്പൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ ഡിസോർഡറായി കിടക്കുകയല്ലേ, ഫുഡ് മര്യാദക്കൊന്നല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ കൂടുതലായി. എനിക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് അത്യാവശ്യം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ നമ്മൾ റീലെടുത്താണ് കേട്ടോ. നോമ്പ് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഈ പ്രശ്നം പെയിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പെരുന്നാളൊക്കെ അടുപ്പിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പതുക്കെ നോമ്പൊക്കെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അത് പതുക്കെ അങ്ങ് കുറഞ്ഞു. പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ രാത്രി എല്ലാവരും വന്നൊക്കെ കഴിഞ്ഞ്, വരുന്നവരൊക്കെ ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു ചെറുവാടി ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഷൂട്ട് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒന്ന് പോയി. എനിക്ക് ഒട്ടും വയ്യായിരുന്നു, എന്നാലും പോകേണ്ടത് അത്യാവശ്യമായിരുന്നത് കൊണ്ടിട്ട് പോയി. അവിടെ ഒരു കസേരയിൽ പോയിരുന്ന് ഞാനങ്ങ് സൈഡായി. പിന്നെ ജസ്റ്റ് അത്യാവശ്യം വേണ്ടുന്ന വീഡിയോസ് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് നമ്മളവിടെ നിന്ന് തടി അയച്ചിലാക്കുകയാണ് ചെയ്തത്. അവിടെ മറ്റേ നമ്മുടെ കുഞ്ഞാപ്പു ആണ്, പേരതാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കാണല്ലോ ആരാണെന്ന്. ഇവനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വലിച്ചു കൊണ്ടുവരുന്നതാണ്. ഇന്നലെ മുതൽ അഡ്മിറ്റാണ്. ഒരു 5 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ആകെ വലിച്ചു ഊരിയിട്ടാണ് പോകുന്നത്. ഞാൻ തച്ചിട്ടല്ല കേട്ടോ. കുറെ വല്യന്മാർ എന്നോട് അവിടെ നിന്നൊക്കെ ചോദിക്കൊണ്ട് എന്തിനാ മനേന്നൊക്കെ. തച്ചിട്ടല്ലേ, അതായത് ഓന് വേറെ ഒരു വയറിനൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്. ഒന്നല്ല എത്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുണ്ടാവില്ല മാങ്ങി ഇതൊക്കെ വിൽക്കണോ. ഞാൻ നോക്കിയ സംഭവത്തിൽ അതൊന്നുമില്ല കേട്ടോ. അപ്പുറത്ത് സജിലുണ്ട്, അവരെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാനിത് ആരാണ് എന്താണെന്നൊക്കെ പോയിട്ട് ജസ്റ്റ് അറിയാം. പക്ഷെ എത്രത്തോളം വലിയ അത്രയും ആൾക്കൂട്ടമായിരുന്നു കേട്ടോ. ഇവരെ രണ്ടുപേരും കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള തിക്കും തിരക്കും ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് ഇതൊക്കെ അവതരിപ്പിച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനും റൈസ് ഇതാണ്ട് ഒരു ചെയറിട്ട് കണ്ട് അവിടെ സൈഡായിരിക്കുകയാണ്. പിന്നെ എണീച്ച് ഓടാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ നമ്മുടെ വരവ് അത്യാവശ്യമായിരുന്നത് കൊണ്ടിട്ട് അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നു. റഫീഖ ഇപ്പുറത്തോട്ടേക്ക് പോയി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ. സജിലയുടെ ഒരു 1-2 പാട്ടും കൂടി കേട്ടപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്.
പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഒരു 3 ദിവസത്തെ വീഡിയോ ആണ്, 3 ദിവസത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ് പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാൾ ദിവസത്തെയും പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെയും ഒരുമിച്ചാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ, ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഇതാ നെക്സ്റ്റ് ഡേ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട്, എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ ഉമ്മ, അനിയത്തി, പിന്നെ മേമയും മക്കളും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ബീച്ചിലൊന്ന് പോയിട്ടോ. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാറില്ല, എല്ലാവരും കൂടെ വല്ലപ്പോഴും ഒരു വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ പോവാറുള്ളൂ, നമ്മൾ മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട്, സ്കൂളൊക്കെ അവധിയാണല്ലോ, സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ്, സ്കൂളും മദ്രസയും ഒക്കെ തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ ബസ്സിലൊക്കെയാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോയി കുറച്ച് വൈബൊക്കെ അടിച്ച്, പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ഐസ്ക്രീം വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്ത് അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ രാത്രിയായപ്പോഴത്തേക്ക് നമ്മളൊരു 3 മണിക്കാണ് നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെ ഒരു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കുറച്ച് സമയം നിന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ അടുത്തുള്ള ഗോകുലം മാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈസുവിനെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഓട്ടത്തോടോട്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അടിപൊളിയായി തിരിച്ചെത്തി. നമ്മുടെ പെരുന്നാളിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് കേട്ടോ, പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, എൻ്റെ മൈലാഞ്ചി ഇതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക, ഒരു ഈദ് വ്ളോഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഇതിലൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. വല്ലാണ്ട് ലാഗായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.